എന്തോരം പൊടി പിടിച്ചാണ് കിടക്കണത് നമ്മുടെ കാറ്. ഫ്രാങ്ക്ലിൻ ഭായ് ആണെങ്കിൽ പോലീസ് ഡ്യൂട്ടിക്ക് ജോലി കിട്ടിയിട്ട് ഒരു ലോങ് ലീവ് എടുത്തേക്കുവാണ്. ലോസ് ആൻഡോസിലാണെങ്കിൽ കള്ളന്മാരുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫ്രാങ്ക്ലിൻ ഭായ് എന്നാണാവോ പോലീസ് ഡ്യൂട്ടിക്ക് റീജോയിൻ ചെയ്യുന്നത്? മനുഷ്യന് എത്ര ദിവസമായി ഒരു കള്ളനൊക്കെ പിടിച്ചിട്ട്. എന്റെ ഫേവറേറ്റ് ജോലിയായിരുന്നു കള്ളനെ പിടിക്കുക. ഇപ്പൊ ഫ്രാങ്ക്ലിൻ ഭായ് വീട്ടിൽ വെറുതെ കുത്തിരിക്കുക. പണിക്കാൻ പോകുന്നില്ല, ജോലിക്കും കയറുന്നില്ല. എങ്ങനെയെങ്കിലും ഫ്രാങ്ക്ലിൻ ഭായിനെ കൊണ്ട് തിരിച്ച് ലോസ് ആൻഡോസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കണം. അല്ലാണ്ട് ഇരുന്നാല് ശരിയാവത്തില്ല. കള്ളന്മാരും ടെററിസ്റ്റും ക്രിമിനൽസും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബെല്ലാസ് ഗ്യാങ്ങും അതുമാതിരി മാഫിയാസ് ഒക്കെ കൂടി വരുവാണ്. ഫ്രാങ്ക്ലിൻ ഭായിക്ക് ഒന്നും അറിയണ്ട. എന്താ ഒരു ഐഡിയ, ഒരു വഴിയുമില്ലേ ഫ്രാങ്ക്ലിൻ ഭായിനെ ഇതാക്കാനായിട്ട്? ഒരു കോള് വരുന്നുണ്ടല്ലോ. ഫ്രാങ്ക്ലിൻ ഭായ് ബോംബല്ലടിക്കുന്നത് ഒന്ന് എടുക്കോ? രാവിലെ തന്നെ അടിച്ചു തുടങ്ങിയ ഫോൺ കോൾ ആണല്ലോ. എടാ ഫ്രാങ്ക്ലിനെ, നിന്റെ ഫോണൊന്നും എടുക്കോ? നിന്റെ ഫോൺ ബെല്ലടിക്കുന്നു. എത്ര നേരമായി സൗണ്ട് കേട്ട് എന്റെ ചെവിയാണ് വീണത്. ഒന്ന് ആ ഫോൺ എടുക്കോ പെട്ടെന്ന്. യോഗാസനം, മയൂരാസനം. ഒരുപാട് നാളത്തേക്ക് ശേഷമാണ് നമ്മൾ ഈ കാണുന്ന മാതിരി യോഗ ചെയ്യുന്നത്. എന്തൊരു ശാന്തിയും സമാധാനമാണ് ഈ യോഗ ചെയ്യുമ്പോൾ. രാവിലെ തന്നെ ഈ വെയിൽ കൊള്ളുമ്പോ, വെയിൽ എവിടെ കാണുന്നില്ലല്ലോ. ഈ വെയിൽ കൊള്ളുമ്പോൾ ഉണ്ടല്ലോ വിറ്റാമിൻ സിയും വിറ്റാമിൻ ഡിയും എല്ലാം കിട്ടുന്നുണ്ട്. ഒരുപാട് നാളത്തേക്ക് ശേഷമാണ് ഒരു സൺബാത്ത് തന്നെ ചെയ്യണത്. എന്നും രാവിലെ എണീറ്റ് യോഗ ചെയ്യണം. ഇപ്പൊ ജോലിയില്ല, ഡ്യൂട്ടി ഇല്ലാത്തോണ്ട് സമാധാനമാണ്. പോലീസ് ഡ്യൂട്ടി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് നിസാര പണിയല്ല. കള്ളനെ പിടിക്കുക. കള്ളനേല് തോക്കോ കത്തിയോ കടാരയോ വല്ലതും ഉണ്ടെങ്കിൽ ഒരു കുത്തിന് ഞാൻ തീരും. ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. രാവിലെ തന്നെ എണീറ്റ് തുടങ്ങിക്കോളും ഷിൻചാനും അതുമാതിരി ഡ്രൈവറും ജോലിക്ക് പോകുന്നു. എനിക്കൊന്നും വയ്യ ജോലിക്ക് പോകാനായിട്ട്. എനിക്ക് എന്ന് ഇതേമാതിരി സമാധാനമായിട്ട് ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ ഇതുമാതിരി സുഖസുന്ദരമായിട്ടിരിക്കണം എനിക്ക്. എന്റെ പൊന്നാര ഫ്രാങ്ക്ലിൻ ഭായ്, ആ ഫോണൊന്നും എടുക്ക്. എത്ര നേരമായി ഫോണൊന്ന് ബെല്ലടിക്കണത്? മനുഷ്യനാ യോഗ പോലും ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന് വെച്ചാല് ഞാൻ എടുത്തോണ്ട് കടാ ചിഞ്ചാനെ ഒന്നെടുക്ക്. ഒരു പോലീസ് ഓഫീസർ അല്ലടാ പറയണത്. ഒന്നെടുക്കടാ ഫോൺ. ഞാൻ എടുത്തോണ്ട്. മനുഷ്യനാ ബുദ്ധിമുട്ടിക്കാനായിട്ട് രാവിലെ തന്നെ സൊട്ടേറിയത്താണ് ഫോണ്. ആ വണ്ടിയൊക്കെ ഞാൻ പൊടിയൊക്കെ തൂത്തുമായി തുടക്കിയിരുന്നു. അതും സമ്മതിക്കത്തില്ലാന്ന് വെച്ചാലും ഞാൻ എടുത്തോണ്ട് രാവിലെ തന്നെ ഫ്രാങ്ക്ലിൻ ഭായ് യോഗ ചെയ്യാതിരിക്കുന്നുണ്ടാവും. എവിടെ ഫോണ്? ഫോൺ എടുത്ത് അത് ലോസ് ആൻഡോസ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണല്ലോ. ഹലോ ലോസ് ആൻഡോസ് പോലീസ് സ്റ്റേഷൻ, പറയൂ. ഹലോ, ഇത് ഫ്രാങ്ക്ലിൻ സാറിന്റെ വീടല്ലേ? അതെല്ലോ, ഫ്രാങ്ക്ലിൻ സാറിന്റെ വീടാണ്. എടാ കോൺസ്റ്റബിൾ, ഞാനാണോ ഷിൻചാൻ? സാറേ, ഷിൻചാൻ സാറേ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കണം. ഫ്രാങ്ക്ലിൻ സാറിന്റെ എത്രയും പെട്ടെന്ന് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ ലോസ് ആൻഡോസ് പ്രശ്നമായി മാറും. എന്ത് താനൊന്ന് തെളിയിച്ച് കാര്യം പറയും, എനിക്ക് മനസ്സിലാവുന്നില്ല. സാറേ, കാര്യത്തിന്റെ സീരിയസ്നെസ്സും ഗൗരവങ്ങളും വലിയതാണ് സാറ്. ലോസ് ആൻഡോസിൽ ചൈൽഡ് മിസ്സിംഗ് കേസ് ഇന്നേക്ക് 2 കേസായി. സാറ് എത്രയും പെട്ടെന്ന് ഡ്യൂട്ടിക്ക് കയറാൻ വരണം. അല്ലെങ്കിൽ നമ്മുടെ ലോസ് ആൻഡോസിന്റെ കാര്യം തീരുമാനമാകും. ഓരോ സ്കൂളിൽ വിടുന്നവരും ഓരോ ദിവസം ഡേ ബൈ ഡേ ഓരോരോ കുട്ടികളാണ് ഇമോഷണൽ പോകുന്നത്. അതായത് കാൺമാനില്ലാണ്ടാണ്. ഇതെവിടെയാണ്, എങ്ങനെയാണ്, എന്താണെന്നൊക്കെ കണ്ടെത്തണം. അത് ശരി, ഏത് ന്യൂസിലുള്ളത്? ലോസ് ആൻഡോസ് സിറ്റി ന്യൂസ് എടുത്ത് നോക്കാൻ പറ സാറേ. ഒന്ന് എത്രയും പെട്ടെന്ന് സാറിന്റെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ പറ. ഇവിടെ മന്ത്രി, മുഖ്യമന്ത്രി, CM എല്ലാവരും, അത് DGP വരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസ് എന്തായി ഫ്രാങ്ക്ലിൻ വന്നാൽ റെഡി ആവുന്നതാണ് പറയണത്. അപ്പൊ അതുകൊണ്ട് സാറ് ഷിൻചാൻ സാർ എങ്ങനെയെങ്കിലും ഫ്രാങ്ക്ലിൻ സാറിന് ഡ്യൂട്ടിക്ക് ഒന്ന് ജോയിൻ ചെയ്യാൻ നോക്ക്. അത്രയുള്ള കാര്യം. താമസിച്ചോ, എല്ലാ കാര്യം നോക്കിക്കൊണ്ട്. ഈ ഫ്രാങ്ക്ലിൻ ഭായ് എവിടെ പോയി കിടക്കുവാണ്? ഹലോ ഫ്രാങ്ക്ലിൻ ഭായ്, വല്ലതും അറിയുന്നുണ്ടോ നിങ്ങള്? ഇത് യോഗാസനം. അത് മാതിരി തന്നെ ഞാൻ ഇപ്പൊ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് മയൂരാസനം. എങ്ങനെയുണ്ട് ചിന്താനെ? ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ നിനക്ക്? ഇത്രയും ഫ്ലെക്സിങ് ആണടാ നിന്റെ ശരീരം. ഇത്രയ്ക്ക് ഫ്ലെക്സിങ് ആണ് ഞാനെ. പറയടാ, നിന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കാൻ പറ്റുവാടാ ചിന്താനെ? ഫ്രാങ്ക്ലിൻ ഭായ് ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന നാളെ എന്നെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ ഫ്രാങ്ക്ലിൻ ഭായ് പഠിക്കും. ഇങ്ങനെ നീ എന്താണ് പറയണത്? തിക്കൊണ്ട് പോണതാ എനിക്കങ്ങ് മനസ്സിലാവുന്നില്ല. ഫ്രാങ്ക്ലിൻ ഭായ്, കാര്യത്തിന്റെ കോൺസിക്വൻസ് സീരിയസ്നെസ് ഒരുപാടാണ് ഫ്രാങ്ക്ലിൻ ഭായ്. നിങ്ങൾ ഈ തമാശ കളിക്കാണ്ട് ഒന്ന് സീരിയസ് ആയിട്ട് നിൽക്കോ? ഒരു മിനിറ്റ്, ഒന്നുകൂടാ ഒരു വട്ടം കൂടി. പോയി കഴിഞ്ഞാല് ഇപ്പൊ തീരും. ബോഡിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോ
എന്തൊരു സുഖാന്ന് നോക്കി. ഓ പൊളി 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 പൊളി. ഇങ്ങനെ യോഗ ചെയ്തോണ്ടല്ലോ ശരിയാണ് എന്ന് നമ്മൾ ഹെൽത്തി ആയിരിക്കും. കഴിഞ്ഞു. ആ പറ നിന്റെ കാര്യം എന്താ പറ. ഫ്രാങ്ക്ലിൻ ഭായ്, ലോസ് ആൻഡോസ് സിറ്റി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചായിരുന്നു കോൺസ്റ്റബിൾ ലോനപ്പൻ. ആള് വിളിച്ചിട്ട് പറയുവാണേ ലോസ് ആൻഡോസിൽ ഫ്രാങ്ക്ലിൻ ഭായ് എത്ര പേരുടെ ഡ്യൂട്ടിക്ക് കയറണമെന്ന്. നോ വേ, ഡ്യൂട്ടിക്ക് കയറാനോ? ഞാൻ ഇപ്പോഴാണ് സന്തോഷമായി ഹാപ്പി ആയിട്ട് നിന്ന് തുടങ്ങിയത്. അതിനെ ഡ്യൂട്ടിക്ക് കയറാനാ? നോ വേ, പറ്റത്തില്ല. ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് കയറത്തുള്ളൂ. ഫ്രാങ്ക്ലിൻ ഭായ് അങ്ങനെ പറയല്ലേ. അതുണ്ടല്ലോ ലോസ് ആൻഡോസ് സിറ്റിയില് ന്യൂസ് വെക്കാനാ പറയണത്. ന്യൂസിലുണ്ട് കാര്യങ്ങൾ നോക്കാണ്. ഫ്രാങ്ക്ലിൻ ഭായ് എത്ര പെടുത്ത് ന്യൂസ് നോക്ക്. എന്നിട്ട് ഫ്രാങ്ക്ലിൻ ഭായ് തീരുമാനിക്കും ലോസ് ആൻഡോസിൽ ജോലിക്ക് കയറണോ ജോലിക്ക് കയറണ്ടേന്ന്. DGPയും കോൺസ്റ്റബിൾസും അതുമാതിരി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രാങ്ക്ലിൻ സാറോടെ എന്ന് ചോദിച്ചിട്ട് അറിയോ അവന്മാർക്ക് കേസ് തെളിക്കാൻ അറിയത്തില്ലേ? എല്ലാം എന്റെ പേരടി കിട്ടുള്ളൂ. തെളിയിക്കാൻ പറ്റാത്ത എല്ലാ കേസും എന്റെ തലയിൽ കിട്ടുള്ളൂ. ഇവന്മാര് എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫ്രാങ്ക്ലിൻ ഭായ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഗ്രാനിനെ അറസ്റ്റ് ചെയ്തതാരാ? ഫ്രാങ്ക്ലിൻ ഭായ്. ഗ്രാൻഡ് പെൻ അറസ്റ്റ് ചെയ്തതാണ് ഫ്രാങ്ക്ലിൻ ഭായ്. ധോണിനെ അറസ്റ്റ് ചെയ്തതാരാണ്? ഫ്രാങ്ക്ലിൻ ഭായ്. മാഫിയനെയും ബെല്ലാസ് ഗാങ്ങിനെ അറസ്റ്റ് ചെയ്തതാരാണ്? ഫ്രാങ്ക്ലിൻ ഭായ്. അതൊക്കെ ഞാനാന്ന് വെച്ചിട്ട് എന്തോ ഭാഗ്യത്തിനാണ് അവന്മാരൊക്കെ ഞാൻ പിടിച്ച് അറസ്റ്റ് ആക്കിയത് എന്ന് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പോടാവണമെന്ന്. ഫ്രാങ്ക്ലിൻ ഭായ് ലക്ക് കൊണ്ടൊന്നും അല്ല ഫ്രാങ്ക്ലിൻ ഭായ്. ഫ്രാങ്ക്ലിൻ ഭായിയുടെ ഐഡിയയും ശക്തിയും പവർഫുള്ളും എന്റെ ഐഡിയയും കാര്യമാണ് ഫ്രാങ്ക്ലിൻ ഭായ് നമ്മള് പിടിച്ചത് അവന്മാരാ. അല്ലാണ്ട് ലക്കും കാര്യങ്ങളൊന്നും അല്ല ഫ്രാങ്ക്ലിൻ ഭായ്. ഇതൊന്നും നമുക്ക് തെളിയിക്കണം ഫ്രാങ്ക്ലിൻ ഭായ്. നമുക്ക് എന്നിട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ അവാർഡ് വരെ കിട്ടും. പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ DGP കഴിഞ്ഞാൽ ആലോചിച്ച് ഫ്രാങ്ക്ലിൻ ഭായ്. ഫ്രാങ്ക്ലിൻ ഭായിയുടെ അണ്ടറിൽ ഒരുപാട് പോലീസുകാരുണ്ടാവും. ഒരുപാട് പോലീസുകാര്. സിഞ്ചാനെ നീ പറഞ്ഞ സത്യമാണോടാ സിഞ്ചാനെ? ഫ്രാങ്ക്ലിൻ ഭായ് ഞാൻ നോണ പറയാറില്ല എപ്പോഴെങ്കിലും. ഇല്ലല്ല എന്റെ വിശ്വാസമല്ല ഫ്രാങ്ക്ലിൻ ഭായിക്ക്. വന്നേ നമുക്ക് അത് ന്യൂസ് കാണാം. മക്കളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ബർഗറും സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട്. ഫ്രാങ്ക്ലിനെ വാ എത്രയും പെട്ടെന്ന് വാ. ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് കിടന്നിറങ്ങണ്ടല്ലോ നിങ്ങൾക്ക്. അതല്ലേ ഫുൾ ടൈം മടി. ആ ഡ്രൈവർ രാവിലെ തന്നെ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ഭായ് ഈ കളിയാക്കലും കാര്യങ്ങളൊക്കെ നിൽക്കണമെങ്കിൽ ഫ്രാങ്ക്ലിൻ ഭായ് തിരിച്ച് ജോലിക്ക് കയറണം. 4-5 ആൾക്കാർ അറിയണം. ആൾക്കാർ പ്രൗഡ് ആവണം. ഫ്രാങ്ക്ലിൻ ഭായ് കാണുമ്പോൾ സല്യൂട്ട് അടിക്കണം. അപ്പൊ ഫ്രാങ്ക്ലിൻ ഭായ്ക്ക് റെസ്പെക്ട് കിട്ടും. പോലീസ് ഫ്രാങ്ക്ലിൻ വരുന്നു, ലോസ് ആൻഡോസിന്റെ ഹീറോ, സൂപ്പർ ഹീറോ എന്നൊക്കെ പറയും. അത് കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ, നല്ല സുഖമുണ്ട്. എന്നാ ആ സുഖം കാണണമെങ്കിൽ ആദ്യം മേപ്പോട്ട് വന്നിട്ട് TV ആണ്. അതിൽ എന്താ ന്യൂസ് നോക്കാം ആദ്യം. അങ്ങനെയാണാ? എന്നാ പിന്നെ നമ്മുടെ പുതിയ SI ഫ്രാങ്ക്ലിൻ ഞങ്ങൾ തുടങ്ങിയാലോടാ സിഞ്ചാനെ. ഡ്യൂട്ടിക്ക് കയറി സൈൻ ചെയ്യാൻ റെഡി ആയിക്കോ നീ. ഈ ഫ്രാങ്ക്ലിൻ ഭായാണ് എനിക്ക് വേണ്ടത്. നീ വാ TV നമുക്ക് നോക്കട്ടെ എന്താണ് പ്രശ്നം എന്ന് ഞാൻ അറിയട്ടെ. ഇത്ര നാളത്തെ പോലീസ് ഫ്രാങ്ക്ലിനെ പറ്റി അറിയത്തില്ല അല്ലടാ സിഞ്ചാനെ? സത്യം ഫ്രാങ്ക്ലിൻ ഭായ് സത്യം. നമ്മളെ പറ്റി അറിയത്തില്ല. നമ്മൾ സ്ട്രോങ്, വെറും സ്ട്രോങ് അല്ല, ഡബിൾ സ്ട്രോങ് ആണ്. അതെ നീ എവിടെ ആദ്യം എന്റെ പൊന്നാര ഡ്രൈവറെ ഫുഡ് ഉണ്ടാക്കി ഇവിടെ വെച്ചാ മതി കേട്ടാ. ഫ്രീ ആയിട്ട് ഫുഡ് ഇട്ടിട്ടില്ലേ? ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്നില്ല. ഫ്രീ ആയിട്ട് ഉണ്ടാക്കി തന്നെയാണ് ഫ്രാങ്ക്ലിൻ നിനക്ക്. അത് പിന്നെ ശരിയാണല്ലോ. ചിന്തനെ വാ ഞാൻ എന്തായാലും TV കാണട്ടെ. ഇന്നത്തെ ന്യൂസ് ഞാനൊന്ന് നോക്കട്ടെ. എന്നാലും എന്തായിരിക്കും ഒരു ഐഡിയ ഇല്ലല്ലോ. എന്തായാലും ഇന്ന ചെറിയ ന്യൂസ് ആയും കഴിഞ്ഞാൽ മതിയായിരുന്നേ. ഏത് ന്യൂസാടാ? ഫ്രാങ്ക്ലിൻ ഭായ് ഏഷ്യാനെറ്റ് ന്യൂസ്. നമസ്കാരം എല്ലാവർക്കും ലോസ് ആൻഡോസ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ദാമു. അപ്പൊ ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്താണെന്ന് വെച്ചാൽ ലോസ് ആൻഡോസിൽ കുട്ടികളെ കാണാനില്ല. ഓരോ ദിവസവും കൂടുന്നവരും ഓരോരോ കുട്ടികളെയാണ് കിഡ്നാപ്പിംഗ് കേസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ മിസ്റ്റർ മീറ്റ് എന്ന് പറയുന്ന ഒരു ഇറച്ചി വെട്ടുകാരനാണെന്നാണ് നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോ എന്തായാലും പോലീസുകാർ ഇതൊന്നും നടപടിയും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. എത്രക്കാരുടെ പോലീസുകാർ ഓഫ് ഡ്യൂട്ടി ഒക്കെ എടുത്ത് ജോലിക്ക് പോവാൻ വീട്ടിൽ കൊത്തു ഇരിക്കുകയാണ് ചെറിയ കുട്ടി. അതുകൊണ്ട് പോലീസിന്റെ പിടിവുകേടാണോ എന്നാണ് ലോസ് ആൻഡോസ് നാട്ടുകാർക്ക് സംശയമുള്ളത്. എന്തായാലും ആര് രക്ഷിക്കും, എങ്ങനെ രക്ഷിക്കും, എപ്പോ രക്ഷിക്കും, പിള്ളേർക്ക് തിരിച്ചു വരുമോ എന്നൊന്നും ആർക്കും അറിയത്തില്ല. മിസ്റ്റർ മീറ്റിനെ അറസ്റ്റ് ചെയ്യുന്നതുവരെ ലോസ് ആൻഡോസ് സിറ്റി റെഡ് സോണിലാണ്. കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകാൻ പറ്റാണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ പേടിച്ചിരിക്കുകയാണ്. പോയി കഴിഞ്ഞ 2 കുട്ടികളുടെ പേരെന്താണെന്ന് വെച്ചാൽ ഒന്ന് റിച്ച് കിഡും ഒന്ന് കോടീശ്വരനായ ഒരു കോടീശ്വരന്റെ മകൻ ചൈൽഡും ആണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. ഈ 2 പേരെ ആര് കണ്ടുപിടിക്കും എന്ന് യാതൊരുവിധ ഐഡിയ ഇല്ല. അപ്പൊ എന്തായാലും പുതിയ ന്യൂസുമായിട്ട് കാണുമായിരിക്കും. ഐ ആം സൈനിങ് ഓഫ്. വാട്ട് ഷിൻജാനെ, ഞാൻ ഈ കേട്ടത് സത്യമാണ്? ഫ്രാങ്ക്ലിൻ ഭായ് ഇതാണ് ഞാൻ പറഞ്ഞു. ലോനപ്പം വിളിച്ച് പറഞ്ഞിട്ടുള്ളത് ഫ്രാങ്ക്ലിൻ ഭായ് ഡ്യൂട്ടിക്ക് കയറണത്. ആണോ? എന്നാ പിന്നെ ഡ്രൈവറെ ആ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി നോക്ക്. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാണ് ഫ്രാങ്ക്ലിനെ. നീ ഡ്യൂട്ടിക്ക് പോകത്തില്ല, ഒന്നും പോകത്തില്ല. ഇവിടെ ഫുഡ് കഴിക്കാൻ കിടന്നുറങ്ങുക, ഉച്ചയ്ക്ക് എണീക്കുക, ഫുഡ് കഴിക്കാൻ കിടന്നുറങ്ങുക, ഉച്ചയ്ക്ക് എണീക്കുക. ഇതൊക്കെയാണോ നിന്റെ പണി? ചിഞ്ഞാനെ നീ പറഞ്ഞത് ശരിയാടാ. എനിക്കിപ്പോ യാതൊരു റെസ്പെക്ട് ഇല്ല. ചിഞ്ഞാനെ നീ കുളിച്ചങ്ങ് റെഡി ആക്കി ഡ്രസ്സ് മാറി നിന്നോ. നമ്മൾ നേരെ
പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, ഡ്യൂട്ടിക്ക് കയറുന്നു, നമ്മൾ നേരെ കേസ് അങ്ങ് അന്വേഷിക്കുന്നു. ആരാണ്? മിസ്റ്റർ മീറ്റാ, ഏതോ ഒരു ഇറച്ചി വെട്ടുകേട്ടുകാരനാണ്. അവനങ്ങ് അറസ്റ്റ് ചെയ്യുന്നു. ഞാൻ എന്തായാലും ഒരു കൂലിയൊക്കെ ഒന്ന് കുളിച്ച് പാസ്സാക്കട്ടെ. ഓൾ റൈറ്റ്. Worried about fakes? Trust only Myntra for 100% original brands. Myntra, it's you 2.0. നല്ലൊരു കുളി. തളക്കണേ, നല്ല തണവുണ്ട്. എന്തായാലും ഇത്രയൊക്കെ മതി. ഈ ബാക്കി വന്നിട്ട് കുളിക്കാം. ഞാൻ എന്തായാലും പോയിട്ട് ഡ്രസ്സ് മാറട്ടെ. ചിന്നാനെ, വണ്ടിയൊക്കെ ഒന്ന് ഓണാക്കി നോക്ക്. കീ കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. പെട്ടെന്നാകട്ടെ. വണ്ടി ക്ലീൻ ആക്കി തൂത്ത് വാരിയിരുന്നാ നീ. എന്റെ പൊന്നു ഫ്രാങ്ക്ലിൻ ഭായ്, അതൊക്കെ റെഡിയാണ്. ഞാൻ ഡ്രസ്സ് മാറിയിട്ടുണ്ടല്ല, ദാ വരുന്നു. വണ്ടിയൊക്കെ ക്ലീൻ ആണ്, പൊടിയൊക്കെ കളഞ്ഞ് തൂത്തൊക്കെ വാരി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ദേ വരുന്നു. ചിഞ്ചാനെ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. സാൻഡ്വിച്ചും ബർഗറും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേഗം പോയോ. ട്രെവർ മാമ, ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ വന്നിട്ട് കഴിച്ചോണ്ട്. ഞാൻ രാവിലെ കറക്റ്റ് നേരത്തെ എണീക്കുന്നു. ഞാൻ രാവിലെ കറക്റ്റ് ഫുഡ് ഉണ്ടാക്കുന്നു. ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് അണ്ണാക്കളോട് ഫുഡാണ് ഞാൻ ഉണ്ടാക്കി തരുന്നത്. അങ്ങോട്ട് ഞാൻ എന്താണ് നിങ്ങളുടെ പണിക്കാരനോ? ഞാൻ നിങ്ങളുടെ ഒരു മാമൻ അല്ലടാ, മാമൻ. രാവിലെ എല്ലാം കറക്റ്റ് ചെയ്തിട്ട് രാവിലെ ഫുഡ്, ഉച്ചയ്ക്ക് ഫുഡ്, ഉച്ചരിഞ്ഞ ഫുഡ്, വൈകുന്നേരം ഫുഡ് എല്ലാം ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ പണിക്കാരനല്ല. എന്നിട്ട് ഫുഡ് കഴിക്കോ? അതുമില്ല. ഈ സമയം ഞാൻ ഒരു ഹോട്ടൽ തുടങ്ങി ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കായിരുന്നു. ഈ ട്രെവർ മാമനെ കൊണ്ട്. അയ്യോ ട്രെവർ മാമ, അതെ ഞങ്ങളുണ്ടല്ലോ ഡ്യൂട്ടിക്ക് പോവാൻ നിൽക്ക്. നേരം വൈകി. ഈ കാറും കാര്യങ്ങളൊക്കെ ഞാൻ പാർക്ക് ചെയ്തു. ചെറിയ ഫ്രാങ്ക്ലിൻ ഭായ് അവിടെ. ഇന്നത്തെ ദിവസം ഡേ 1 നോക്കിക്കോ. ഇനി നല്ലൊരു പേര് കേട്ട പോലീസ് ഓഫീസർ ആവും. ഇത്ര നാള് റെസ്പെക്ട് ഇല്ലാത്ത നാറികളൊക്കെ എന്നെ റെസ്പെക്ട് ചെയ്തു തുടങ്ങും. അതാണ് എനിക്ക് വേണ്ടത്. കാണിച്ചു തരാടാ ദുഷ്ടന്മാരെ. നീയൊക്കെ എന്നെ കളിയാക്കൂല്ലേ? ഡ്യൂട്ടിക്ക് പോകത്തില്ല, 24 തിന്നുകൊണ്ട് ജീവിക്കുകയാണെന്ന്. എന്നെ പറ്റി നിനക്ക് അറിയാൻ പാടില്ലാതാണ്. ഈ ഫ്രാങ്ക്ലിനെ പറ്റി പറയാണെങ്കിലുണ്ടല്ലോ ഒരുപാട് പറയാനുണ്ട്. ഞാൻ തന്നെ എന്നെ പൊക്കി പറയുന്നു. അത്രയ്ക്കും പവർഫുൾ ആണ് ഞാൻ, അത്രയ്ക്കും ഗ്രേറ്റ് ആണ് ഞാൻ. എന്റെ ഈ മസിൽ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ മാഫിയയും ഗാങ്സ് ഒക്കെ മുട്ട്. ഫ്രാങ്ക്ലിൻ ഭായ് രാവിലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളും ഇട്ടിട്ട് അവിടെ നോക്കി നിൽക്കുന്നുണ്ടാവും. ഫ്രാങ്ക്ലിൻ ഭായ് ഒന്ന് വരുവോ? കണ്ണാടി നോക്കാണ്ട് മതി. ദാ വരുന്നു. എന്തായാലും ഇന്നത്തേക്ക് നമ്മള് ഇപ്പൊ ആണ്. ഇനി പ്രൊമോഷൻ കിട്ടി, നമ്മൾ ഡ്രസ്സൊക്കെ മാറി. ഇനി മറ്റേ DGP, IPS, IAS അതൊക്കെ ആയി പ്രൊമോട്ട് ചെയ്തില്ല. ഇപ്പൊ നമ്മുടെ കുറച്ച് ഇച്ചിരി പോലീസ് ഓഫീസറേ ഉള്ളൂ ലോസ് ആൻഡോസ് സിറ്റി. അതും സിറ്റി സൈഡ് പോലീസ് ഓഫീസർ, അതായത് സിറ്റി സൈഡിലെ പോലീസ് സ്റ്റേഷനിൽ. നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ നമുക്ക് കുറെ സ്റ്റേഷൻ പരിധികൾ കിട്ടും, ഒരുപാട് സ്റ്റേഷൻസ് കിട്ടും. ആ ഒരുപാട് സ്റ്റേഷൻസ് കിട്ടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഒരു വലിയൊരു ഇൻചാർജ് ആവാനായിട്ട്. എടാ വിഞ്ഞാനെ, വന്ന് വണ്ടി കയറ്, പെട്ടെന്ന് ആയിക്കോട്ടെ. അല്ല ഫ്രാങ്ക്ലിൻ ഭായ്, ഈ മിസ്റ്റർ മീറ്റർ നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിക്കും? എടാ മിസ്റ്റർ മീറ്റർ എവിടെ നിന്ന് കണ്ടുപിടിക്കും എനിക്കൊരു ഐഡിയ ഇല്ല. ഐഡിയ ഒക്കെ ഞാൻ പറയാം. ഗൈസ്, വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണ്ട ഷാൻ. അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മൾ എങ്ങനെയാണ് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ടാൽ മതിയായിരുന്നു. ഷാൻ എന്ന് പറഞ്ഞ നമ്മുടെ സബ്സ്ക്രൈബർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പോലീസ് ഫ്രാങ്ക്ലിന്റെ സീരീസ് അങ്ങ് തുടങ്ങാനായിട്ട്. അതും ഡെയിലി അല്ല, ഇന്നൊരു പോലീസ് ഫ്രാങ്ക്ലിൻ, പിന്നെ നാളെ വേറെ ഒരു വീഡിയോ, മറ്റന്നാ പോലീസ് ഫ്രാങ്ക്ലിൻ, അങ്ങനെ മാറി പോലീസ് ഫ്രാങ്ക്ലിനും പോലീസ് ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും ഒരു കിഡിലൻ സീരീസ് ഒക്കെ ഇറക്കാൻ പോകണം. കിഡിലൻ ഈ വീഡിയോക്ക് ഒരു 1K ലൈക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അങ്ങനത്തെ ഒരു കിടുക്കാറ്റ് സീരീസ് ഇറക്കണതായിരിക്കും. ഓക്കെ, ഒരുപാട് അറസ്റ്റിങ്ങും ഒരുപാട് റോബറീസും, ലോസ് ആൻഡോസിൽ ഒരുപാട് ATM റോബറി, ബാങ്ക് റോബറി, അതുമാതിരി തന്നെ ജ്വല്ലറി റോബറി, പിന്നെ ഹൗസ് റോബറി ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം. അതുമായി തന്നെ നമ്മുടെ ലക്ഷ്യം എന്താണോ ഞാൻ ഫ്രാങ്ക്ലിൻ ഭായ് DGP യും ഞാൻ IAS ഉം. അതാണ് വേണ്ടത്. എന്താണ് നിനക്ക് IAS? ഫ്രാങ്ക്ലിൻ ഭായ് DGP എന്ന് പറഞ്ഞ ടോപ്പ് അല്ലേ, അതിന്റെ തൊട്ടടിയല്ലേ ഫ്രാങ്ക്ലിൻ ഭായ് DGP. എടാ മണ്ടച്ച്, ഞാന് DGPയുടെ അടിയിൽ അസിസ്റ്റന്റ് DGP ഉണ്ട്. ആള് ഫ്രാങ്ക്ലിൻ ഭായ് അന്നെങ്കിൽ ഫ്രാങ്ക്ലിൻ ഭായ് അസിസ്റ്റന്റ് DGP ആയാൽ മതി. അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം കള്ളനെ പിടിക്കണ്ടേ? ഫ്രാങ്ക്ലിൻ ഭായ് മിസ്റ്റർ മീറ്റിനല്ലേ, അതിനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് ഫ്രാങ്ക്ലിൻ ഭായ്. എന്റെ പ്ലാനിങ്ങും ഫ്രാങ്ക്ലിൻ ഭായിയുടെ ഐഡിയയും ചേർന്ന് കഴിഞ്ഞാല് നമ്മളെ എല്ലാ കേസും തെളിക്കണ മതി തെളിക്കത്തില്ലേ? അതൊക്കെ അത്ര ഉള്ള ചിന്താനെ. നമ്മളെന്തായാലും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇന്നത്തേക്ക് എല്ലാ പോലീസ് ഓഫീസേഴ്സിനെ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് തന്നെ നടത്തണം അല്ലേ? ഫ്രാങ്ക്ലിൻ ഭായ് സത്യം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തോ. ഓക്കെ, പെട്ടെന്നായിക്കോട്ടെ. എവിടെ ആ ഡോറൊക്കെ അടയ്ക്കാൻ അങ്ങട്. ഫ്രാങ്ക്ലിൻ ഭായ് എവിടാ പോലീസുകാരൻ? പോലീസുകാരൻ ഇവിടെ ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ഫ്രാങ്ക്ലിൻ സർ, ഗുഡ് മോർണിംഗ്. മോനെ, ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രൂട്ട്സ് അല്ല, ഓട്സ്, ബദാം, സീഡ്സ്, ഇതിനൊപ്പം
റാഗി, വീറ്റ്, കോൺ, റേസിൻസ്, ബ്ലാക്ക് കറന്റ്സ്, ക്രാൻബെറീസ് ഇത്രയുണ്ടോ? വെറും 12. കെലോഗ്സ് മ്യൂസ്ലി 12 ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, സീഡ്സ് എന്നിവ അടങ്ങിയ പവർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കെലോഗ്സ് മ്യൂസ്ലി 12 in 1 പവർ ബ്രേക്ക്ഫാസ്റ്റ്. Shop Action. Shop on RGO. Congratulations, welcome back to police department. എടാ ഞാനാണ് ഫ്രാങ്ക്ലിനുമായിനെ തിരിച്ചു വന്നത്. അതിന് എനിക്കില്ലേ ഒരു വെൽക്കോ കൺഗ്രാജുലേഷനും. ഞാൻ തന്റെ പോലീസ് തന്റെ സീനിയർ ഓഫീസർ അല്ലേ? അയ്യോ സാറേ, സോറി സാറേ, ഞാൻ കണ്ടില്ല. ഓഫീസർ, എനിക്ക് സമയം കാര്യങ്ങളൊന്നുമില്ല, എല്ലാം സ്പീഡപ്പ് ആയിരിക്കണം കേട്ടല്ലോ. നമ്മുടെ കേസ് മിസ്റ്റർ മീറ്റ്, അപ്പൊ അതിനുള്ള എല്ലാ ലോസ് ആൻഡ്രസ് സിറ്റി ഈ പോലീസ് സ്റ്റേഷനിൽ പരിധിയിലുള്ള എല്ലാ ഓഫീസേഴ്സും ഇന്നൊക്കെ മീറ്റിംഗിന് അറ്റൻഡ് ആയിരിക്കണം കേട്ടല്ലോ. ഇന്ന് മുതൽ നമ്മൾ കുറെ പ്ലാനിങ്ങും കാര്യങ്ങളും കുറെ കാര്യങ്ങൾ ചെയ്യാൻ പോണ്. പിന്നെ ഇന്നത്തേക്കുള്ള എത്ര കേസ് ഫയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എത്ര റോബറി, എത്ര ഹൗസ് റോബറി, എത്ര കാർ റോബറി, എല്ലാത്തിനും ലിസ്റ്റ് എനിക്ക് ഇന്ന് തന്നെ വേണം. ഒരാഴ്ചക്കുള്ളിൽ ലോസ് ആൻഡ്രസ് സിറ്റി വെടുപ്പാക്കി ക്ലീൻ ആക്കണതായിരിക്കും നമ്മള്. ഫ്രാങ്ക്ലിൻ ഭായ്, രോമാഞ്ചം രോമാഞ്ചം. ഈ സമയത്താണ് ഒരു BGM പാട്ടൊക്കെ കണ്ടത്. സാറ് പണി തുടങ്ങിയ സാർ? തീർച്ചയായിട്ടും സാർ, ഇങ്ങനത്തെ ഒരു ഓഫീസറാണ് ഞങ്ങൾക്ക് വേണ്ടത്. സാർ എന്തായാലും 5 മിനിറ്റിനുള്ളിൽ എല്ലാ ഓഫീസേഴ്സും ഇവിടെ ഉണ്ടാകും. അതുമാതിരി ന്യൂസുകളും കാര്യങ്ങളും ഇവിടെ ഉണ്ടാകും. ഫയലും ഡോക്യുമെന്റ്സ് ഒക്കെ തപ്പട്ടെ. ആ ഓക്കെ, 5 മിനിറ്റ്. ലോസ് ആൻഡോസ് സിറ്റി ഭാഗത്തുള്ള പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തേണ്ടതാണ്. ഫ്രാങ്ക്ലിൻ സാർ 5 മിനിറ്റിൽ എത്തുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഒരു മീറ്റിംഗ് തന്നെ ഉണ്ടാകും. അത്രയുള്ള പൊളി പൊളി. ഓഫീസേഴ്സ്, ഇത്ര നാള് ഞാൻ ഇവിടെ ഓൺ ഡ്യൂട്ടി അല്ലായിരുന്നു, ഞാൻ ലീവിലായിരുന്നു. ഇപ്രാവശ്യം ഇനി ഞാൻ ലീവിൽ നിന്നും മാറി ഞാൻ ഡ്യൂട്ടിയിലോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. അതെ കുറച്ചധികം കാര്യങ്ങളുണ്ട് പറയാനായിട്ട്, കേട്ടോ. സിറ്റിയിലെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്? ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടുള്ളത് എന്താണ്? സാറേ, സിറ്റിയിലെ ആ മിസ്റ്റർ മീറ്റ്, അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. അത് കഴിയുമ്പോൾ ചെറിയ കാർ റോബറി, ചെറിയ ഹൗസ് റോബറി, പിന്നെ ഓട്ടോ, മറ്റേ ഗ്യാങ് ഓഫ് ഓട്ടോ, അങ്ങനത്തെ കാര്യങ്ങളാണ് സാറേ. സിറ്റിയില് മൊത്തം 32 കാർ റോബറിയാണ് നടന്നേക്കണത് ഈ ഒരു ആഴ്ചക്കുള്ളിൽ. അതുമാതിരി തന്നെ 8 ഹൗസ് റോബറി, 3 ജ്വല്ലറി റോബറി, 2 ഫ്ലീക്കർ റോബറി, അതുമാതിരി 1 മെയിൻ ബാങ്ക് റോബറിയും 64 ATM റോബറിയാണ് നടന്നേക്കണത്. 64 ATM റോബറി. രാത്രി നൈറ്റ് പെട്രോളിംഗ് പോലീസുകാരെന്താ രാത്രി പോവാറില്ലേ ചെക്കിങ്ങിനൊന്നും? സാറേ, രാത്രി പെട്രോളിംഗ് കുറവാണ്. ഫ്രാങ്ക്ലിൻ ഭായ് ഇവിടെ ഇല്ലാന്ന് വിചാരിച്ചിട്ട് രാത്രി പെട്രോളിംഗ് കുറവാ. ഫ്രാങ്ക്ലിൻ ഭായ് ഇങ്ങനെ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ ഒരു കാര്യം പറയാം, രാത്രി 12 മണിക്ക് തൊട്ടിട്ട് രാവിലെ 12 മണി വരെ വർക്ക് ചെയ്യുന്ന പോലീസുകാർ കറക്റ്റ് ടൈമിൽ ഷിഫ്റ്റിന് വരിക, കറക്റ്റ് ടൈമിൽ ഡ്യൂട്ടിക്ക് ചെയ്യുക. അതുമാതിരി തന്നെ രാവിലെ 12 മണി തൊട്ട് രാത്രി 12 മണി വരെയുള്ള പോലീസുകാർ കറക്റ്റ് ആയിട്ട് നിൽക്കുക. ഇനി എന്തായാലും ഞാൻ കറക്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെക്ക് ചെയ്യും. പെട്രോളിംഗ് ശക്തമാക്കിയിരിക്കണം. എല്ലാ മുക്കിലും കോണിലും പെട്രോളിംഗ് ഉണ്ടാവണം. അതുമാതിരി സ്കൂൾ ഏരിയ, ട്യൂഷൻ ഏരിയ, അതുമാതിരി അങ്ങനത്തെ ഹോസ്പിറ്റൽ, അങ്ങനത്തെ ഭാഗത്തൊക്കെ നിങ്ങളുടെ പെട്രോളിംഗ് ശക്തമാക്കണം കേട്ടല്ലോ. സാറേ, എന്തായാലും ഇന്നത്തോട്ട് ഒരു കാര്യവും നടക്കാതിരിക്കത്തില്ല. എല്ലാം നമ്മൾ നോക്കിക്കൊണ്ട്. നോക്കിയില്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ തൊപ്പി കാണത്തില്ല കേട്ടല്ലോ. അതെ തൊപ്പി കാണത്തില്ല. ഫ്രാങ്ക്ലിൻ സാറിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്താണ്. വേറൊരു കാര്യം എന്താ വെച്ചാല്, മിസ്റ്റർ മീറ്റ് അയാൾ നമ്മുടെ ലോസ് ആൻഡോസ് സിറ്റി സ്കൂളിന്റെ ഭാഗത്തു നിന്നാണ് പിള്ളേരെ കടത്തുന്ന ചെറിയ ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും സ്കൂളിന്റെ ഭാഗത്ത് നിങ്ങളൊരു കണ്ണ് കാര്യങ്ങളൊക്കെ വെക്കാം കേട്ടല്ലോ. സാർ, ഇന്നലെ തൊട്ട് രാത്രിയോടെ സ്കൂളിന്റെ അവിടെ ഒരു കണ്ണ് എല്ലാ ഭാഗത്തും ഉണ്ട്. അതെ സാറ്, ട്യൂഷൻ സെന്ററിന്റെ ആ ഭാഗത്ത് നമ്മുടെ കണ്ണൊരു ഭാഗത്തുണ്ട്. അതെ മിസ്റ്റർ മീറ്റിനെ നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിലുള്ളിൽ എത്രയും പെട്ടെന്ന് പിടിച്ചകത്താക്കിയില്ലെങ്കിൽ നമുക്ക് നമ്മളക്ക് മനസ്സമാധാനം ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ ഓരോരുത്തരും വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പിള്ളേരെ പറഞ്ഞേക്കുമ്പോൾ പേടിച്ചിട്ടാണ് പറഞ്ഞേക്കണത് മിസ്റ്റർ മീറ്റിനെ. ആരെങ്കിലും മിസ്റ്റർ മീറ്റിനെ കണ്ടവരുണ്ടോ? സാർ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഇതേവരെ ആരും കണ്ടിട്ടില്ല സാറേ മിസ്റ്റർ മീറ്റിനെ. അതാണ് പ്രശ്നം. ഫോട്ടോയോ ആളുടെ സൗണ്ടോ ആളുടെ ഷേപ്പോ ആളുടെ ഒരു ഐഡന്റിറ്റി നമ്മുടെ കയ്യിലില്ല. അതൊന്നും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോളും. അത് സായിരുന്നില്ല. എന്തായാലും നമുക്ക് ഏതെങ്കിലും CCTV-യിൽ, ഏതെങ്കിലും ക്യാമറയിൽ, എവിടെയെങ്കിലും ഏതെങ്കിലും കാർ ക്യാമറയോ ഡാഷ് ക്യാമറയോ എവിടെയെങ്കിലും കിട്ടാണ്ടിരിക്കത്തില്ല. ഇനി അടുത്തൊരു ചൈൽഡ് മിസ്സിംഗ് കേസ് വരട്ടെ, നമുക്ക് എന്തായാലും നോക്കാം. ഡിസ്പേഴ്സ്, നിങ്ങൾ എന്തായാലും പെട്രോളിംഗ് ഇറങ്ങിക്കോ. ശരി സാർ. എടാ മോനെ, നീ ഒന്ന് വീട്ടിനുള്ളിൽ കയറിയ സമയം എത്ര ആയെന്നാണ് വിചാരം? രാത്രിയായി 8 മണി ആവാറായി. നീ ഒന്ന് വീട്ടിൽ കയറി കുത്തിരുന്ന് നിനക്ക് പഠിക്കാനും കാര്യങ്ങളൊന്നും ഇല്ലേ? പപ്പ ഇരുട്ടാവട്ടെ പപ്പ, സമയമുണ്ടല്ലോ. ഞാൻ കുറച്ച് നേരം കണ്ട് ഇവിടെ കളിച്ചോട്ടെ. എന്റെ കുഞ്ഞു കാർസ് ഞാൻ കളിക്കുവാണ്. എനിക്ക് സ്കൂളിൽ വിട്ട് വന്നിട്ട് ഇപ്പോഴല്ലേ പപ്പ കളിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് കുറച്ചു നേരം ഞാനിന്ന് കളിച്ചോട്ടെ. പപ്പ എന്തിനാണ് പേടിക്കുന്നത്? രാത്രി ആയാലും പഠിക്കാമല്ലോ പപ്പ.
ഞാനിവിടെ ഉണ്ടല്ലോ. ട്യൂഷൻ ക്ലാസ്സും എല്ലാം കഴിഞ്ഞിട്ടല്ലേ നീ പപ്പ ഞാൻ ഇവിടെ പഠിക്കാതിരിക്കണത്. അതുകൊണ്ട് കുറച്ച് നേരം കൂടെ പപ്പ ഞാനൊന്ന് കളിച്ചോട്ടെ കേട്ടാ. കുഴപ്പമില്ലല്ലേ പപ്പ? ഏയ് സാരില്ല കുറച്ച് നേരല്ലേ. എന്റെ മോൻ കഴിച്ചു. ഇത്തവണ ആ കിട്ടിനെ വേണം എനിക്ക് അടിച്ചു മാറ്റാനായിട്ട്. ആ കുട്ടിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് വേണം ബോധം കെടുത്താൻ. എടാ ഇങ്ങോട്ട് വാ. അവൻ കാണോ? ഇല്ല, അവൻ കണ്ടിട്ടില്ല. ഈ കുട്ടി ഇത്തവണ എന്റെ കയ്യില്. എന്തായാലും ഈ ചെക്കൻ ഇന്ന് ഞാൻ കൊണ്ടുപോവാണ്. അവന്റെ ഡാഡി കാണണ്ട. ആരുമില്ലല്ലോ ഇവിടെ. ആരുമില്ല. ഞാനെന്തായാലും ഞാൻ വണ്ടി കയറ്റട്ടെ. വണ്ടിയിലോട്ട് കയറ കുരിപ്പേ. നിന്റെ ബോധം കുറച്ച് കഴിയുമ്പോ കിട്ടും നിനക്ക്. ഇന്നത്തേക്കുള്ള എന്റെ ഇരയായി ആ കുട്ടീനെ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തേക്കുള്ള എന്റെ ഇര കംപ്ലീറ്റഡ്. എന്ത് സ്കൂളിന്റെ ഭാഗത്തൊരു കിഡ്നാപ്പിങ്ങോ? അതാ വരുന്നത്. ചിന്നാനെ വന്ന് വണ്ടി കയറും. എത്രയും പെട്ടെന്ന് ആ മിസ്റ്റർ മിഥുനെ പിടിക്കണം. ഫ്രാങ്ക്ലിൻ ഭായ് വിശ്രമിക്കാം. വിട്ടോ വണ്ടി ഫ്രാങ്ക്ലിൻ ഭായ്. ഓൾറൈറ്റ്. ചിന്നാനെ മുറുക്കെ പിടിച്ചിരുന്നോ? മിസ്റ്റർ മിഥുനെ ബാക്കി പിടിച്ചിട്ട് ബാക്കിയുള്ളോ? ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായ്. ഗൈസ്, അപ്പൊ എന്തായാലും എല്ലാവർക്കും ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്